ആദരങ്ങളിൽ അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ മുറിവിൽ തലോടുന്ന സ്നേഹം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 51 സങ്കീർത്തനം അതിൻ്റെ 13 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. ദൈവത്തിന് സ്തോത്രം. വരുവാനിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഒരു പ്രാർത്ഥന മുൻകൂട്ടി വയ്ക്കുക. വന്നു ഭവിച്ച കുറവുകളെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം, ദൈവസന്നിധിയിൽ നിന്നൊരു വലിയ വിടുതൽ, രക്ഷ, ഇതെല്ലാം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് ദാവീദ് രാജാവ് ദൈവസന്നിധി സമർപ്പിക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥന തന്നെയാണ്. വന്നു ഭവിച്ച, തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചൊരു തെറ്റ്, ആ തെറ്റിനെ നിമിത്തം ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം, ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒരു പ്രാർത്ഥന, ദൈവത്തിൻ്റെ സന്നിധി തന്നെ സമർപ്പിക്കുകയും വെടിപ്പാക്കപ്പെട്ട നല്ലൊരു ജീവിതം നയിപ്പാൻ, അതും ക്രിസ്തുവിന് വേണ്ടി മാത്രം. ദൈവമക്കളെ, ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടിയാൽ ഇനി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടൊരു ജീവിതം മാത്രമാണ്. ദൈവത്തെ സാക്ഷീകരിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം, അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിൻ്റെ ഈ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥന തന്നെ. ദൈവമക്കളെ, കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. എൻ്റെ അധരത്തെ തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ അധരത്തെ തുറക്കണമേ. ആമേൻ. അടഞ്ഞുപോയ അധരം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കെ വന്ന് ഭവിച്ചൊരു കുറവ് നിമിത്തം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി ഒരു വിടുതൽ പ്രാപിച്ചാൽ, ഇതിൽ നിന്നൊരു മോചനം പ്രാപിച്ചാൽ, യഹോവയ്ക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുകയാണ്. കർത്താവ്, എൻ്റെ അധരത്തെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അടഞ്ഞുപോയത്, അല്ലെങ്കിൽ ദൈവമായിട്ട് അടച്ചു വെച്ചത്, അറിയാതെ വന്നു ഭവിച്ച തെറ്റ് ശരിയാണെങ്കിൽ, ദൈവമക്കളെ, തെറ്റ് ഒരിക്കലും ശരിയാകത്തില്ല, ശരി ഒരിക്കലും തെറ്റാകത്തില്ല. ദൈവസന്നിധി, ദൈവഭയം ഉള്ളിൽ വന്നപ്പോൾ ആ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥന തന്നെയാണ്. ഈ പ്രാർത്ഥനയിൽ എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവേ, എൻ്റെ അധരത്തെ തുറക്കണമേ. ദൈവം തമ്പുരാൻ അധരം തുറന്നാൽ അടയ്ക്കാൻ പറ്റിയൊരാരെങ്കിലും ഈ ഭൂമി ജനിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, ദൈവം അടച്ചാൽ തുറക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്നാൽ അടച്ച അധരത്തെ ദൈവം തമ്പുരാൻ തുറക്കണമെന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇനി തുറക്കുന്നുണ്ടെങ്കിൽ അത് യഹോവയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അധരത്തെ ദൈവം തുറക്കുന്നുണ്ടെങ്കിൽ അധരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക. കാരണം അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്നത് ദൈവമക്കളെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സ്തോത്രം എന്ന യാഗർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന ദൈവവചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ മഹത്വപ്പെടുത്തുവാൻ തൻ്റെതായ അധരത്തെ എൻ്റെ കർത്താവിന് തുറക്കണമേ എന്നൊരു പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷ്യം പറയുന്ന, നന്നായി പാടാൻ, കർത്താവിന് വേണ്ടി പ്രസംഗിക്കാൻ, കർത്താവിന് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കുവാൻ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടൊരു സമർപ്പണ പ്രാർത്ഥന. ദൈവമേ, എൻ്റെ അധരത്തെ നീ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തുറന്നാൽ പിന്നെ സ്തുതിയെ വർണ്ണിക്കുന്ന അധരം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക പ്രാർത്ഥന ദൈവമക്കളെ. ഇതുവരെയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയായിരുന്നു. പക്ഷേ ഒക്കെ ചില സാഹചര്യത്തിൽ, ചിലപ്പോൾ ചില പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ വീണുപോയൊരനുഭവമുണ്ട്. എന്നാലും ദൈവമക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. വീണവരെ കരം പിടിച്ചുയർത്തുന്ന നല്ല ദൈവം, ആത്മാവിൽ
കർത്താവെ, വീണുപോയൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു നമുക്കൊന്ന് ബോധ്യപ്പെട്ടാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാവല്ലോ. വീണടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവിന് മാത്രമല്ലാതെ ആർക്കും സാധിക്കത്തില്ല. അമേ സ്തോത്രം. ഇനി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉപകരണമായി നമ്മുടെ ജീവിതം തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ, അത്യുന്നതനായ ദൈവത്തെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദേവഗണങ്ങളിൽ അത്യുന്നതനായ ദൈവത്തെ, ആമേൻ, ആകാശത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തെ ഇന്ന് നമുക്ക് വാഴ്ത്തിപ്പാടി എന്നേക്കുമായി കർത്താവിന് വേണ്ടി ആയിത്തീരുവാൻ ഒരു മനോഹരമായ ഒരു ഉപകരണമായി തീരാൻ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, അറിഞ്ഞും അറിയാതെയും ദൈവമായ കർത്താവെ, നിന്നോട് സ്വർഗത്തോടും ചെയ്തു പോയ സകല പാപങ്ങളും എല്ലാവരോടും കർത്താവെ, നിന്റെ ജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാവരോടും ദൈവം ക്ഷമിക്കണമേ. അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ മഹാഭാവത്തെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ. ഇപ്പോഴത്തുള്ള കരം കർത്താവേ, നിന്റെ മക്കളുടെ ശിരസിൽ മേലൊന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തടസ്സമായി വന്നു ഭവിച്ച എല്ലാ പിഴകളെയും ദൈവം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്ക് വേണ്ടി മനോഹരമായ ഒരു ഉപകരണമായി തീരുവാൻ തക്കവണ്ണം വിശ്വസിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അതരത്തെ ഒന്ന് തൊട്ടനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, അങ്ങ് ഈ അതരത്തെ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാളുകളായി കർത്താവെ സാക്ഷ്യം നിന്നു പോയവരുണ്ട്, നാളുകളായി പ്രാർത്ഥന നിന്നു പോയവരുണ്ട്, നാളുകളായി ആരാധന മുടക്കിയവരുണ്ട്. എൻ്റെ കർത്താവെ, പാടി വാഴ്ത്തി സ്തുതിച്ചവർ, പ്രസംഗിച്ചവർ, എൻ്റെ കർത്താവെ, അതെല്ലാം മുടങ്ങിപ്പോയ മക്കൾ ആരെങ്കിലും ഇന്ന് ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ചേർന്ന് കർത്താവെ പ്രാർത്ഥിക്കുവാൻ ഒരവസരം യാദൃശ്യമായിട്ടെങ്കിലും കർത്താവെ അവിടുന്ന് നിന്റെ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആമേ സ്തോത്രം. ഇപ്പോൾ തന്നെ നിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ നഷ്ടപ്പെട്ട താലന്തുകളെ തിരിച്ചു കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം കൊടുത്ത താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ കർത്താവ് സഹായിക്കണമേ. അതരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ. നഷ്ടപ്പെട്ട ആ രക്ഷയുടെ സന്തോഷം തിരികെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, സാക്ഷീകരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ മക്കളെ അതരത്തെ ദൈവം തുറന്ന് അനുഗ്രഹിക്കണമേ. ലജ്ജ കൂടാതെ ഈ ദൈവം ജീവിക്കുന്നെന്ന സാക്ഷ്യം അനുഭവത്തിലൂടെ പറയാൻ നിന്റെ മക്കളെ ഒരുക്കണമേ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുക്കുവാൻ നിന്റെ മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇരട്ടി പങ്ക് കൃപയോടെ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.